സുഹൃത്തുക്കളെ, അന്ന് നമ്മൾ 3 മാസം മുമ്പേ നട്ട മഞ്ഞളാണ് ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം മുളച്ച് വരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ നടുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു വീഡിയോയിൽ, ഇനി ഇതിൻ്റെ ജോലിയൊക്കെ ഇത് മുളച്ച് വന്ന് മഴ പെയ്ത് മുളച്ച് വന്നതിൻ്റെ ശേഷമാണെന്നുള്ളത്. അപ്പോൾ 1-ാം ഘട്ടമാണ് നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 2-ാം ഘട്ടമാണ്. അപ്പോൾ ഇത് മഴ പെയ്ത് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വഴുകി ഇല വിരിയാൻ പാടില്ല. ഇങ്ങനെ കൂമ്പി വരുന്ന ടൈമിലാണ് നമ്മൾ മണ്ണ് കയറ്റേണ്ടത്. അപ്പോൾ ഈ ഒടിയലും മറ്റേ ഒടിഞ്ഞു പോലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ ഒറ്റ മഴ പെയ്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞ് കൂമ്പി വരുന്ന ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ മണ്ണ് കയറ്റാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സമയമാണ്. പക്ഷേ ഇത് നമ്മൾ പല ജോലിയിലും പെട്ട് നമ്മളത് മറന്നുപോയി. അപ്പോൾ നമ്മളിതിന് മണ്ണ് കയറ്റാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലെ കളകളൊക്കെ പറിച്ച്, പുല്ലുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ പറിച്ച് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇതിവിടെ ഓൾറെഡി വളക്കൂറുള്ള മണ്ണാണ്. പിന്നെ നമ്മളിവിടെ നടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഒരു തരം കറുത്ത മണ്ണാണ്. ഈ കരിയിലൻ്റെ പൊടിയെല്ലാം കൂടി കൂടിയിട്ടുള്ള മണ്ണാണ് നമ്മളതിൻ്റെ മഞ്ഞളിൻ്റെ മേലെ ഇട്ടിരുന്നത്. അത് തന്നെ ഏറ്റവും നല്ല വളമാണ്. അപ്പോൾ നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് വേണം അപ്പോൾ നമുക്ക് മണ്ണ് കയറ്റാൻ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ വില വെക്കുമ്പോൾ നമ്മൾ തലയിൽ കൈ വെക്കും. അത് നമ്മളെ സ്വഭാവമാണ്. ഒരു മഞ്ഞളുടെ കാര്യമല്ല നമ്മൾ പറഞ്ഞത്. മഞ്ഞളെന്ന് പറഞ്ഞാൽ നമ്മൾ വില കെട്ടാൻ കിട്ടുന്നില്ല, അത് നമ്മൾ എപ്പോഴെങ്കിലും വാങ്ങുന്നൊരു വസ്തുവാണ്. അപ്പോൾ നമ്മൾ മഞ്ഞളുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, നമ്മൾ കൃഷി ചെയ്ത് വിപണിയിലെത്തിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചില കൃഷികളൊക്കെ നമ്മൾ കൂടുതലായിട്ട് എഫക്റ്റ് എടുത്താണ് കർഷകരൊക്കെ ചെയ്യുന്നത്. എന്നാൽ ചിലത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഇഞ്ചിയും മഞ്ഞളും എങ്ങനെയാണ് നടുക, നട്ടിട്ട് അതിൻ്റെ എങ്ങനെയുള്ള പരിചരണങ്ങളൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇതൊക്കെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാനുള്ള പാട്, അത് ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ വില കൂടുതലായിട്ട് കൊടുത്താലൊന്നും നമുക്ക് യാതൊരു മടി ഉണ്ടാവില്ല. കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ വിളവ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ ഒരു മഞ്ഞളുടെ ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 മാസം മുമ്പേ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നട്ടുപിടിപ്പിക്കലും ഒക്കെ ചെയ്ത് ചണ്ടിച്ചരക്കുകളൊക്കെ വെച്ച് മൂടിയിട്ട്, പിന്നെ 3 മാസം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ 2-ാം ഭാഗമായിട്ട് നമ്മളതിന് കള പറിക്കലും മണ്ണ് കയറ്റലും ചാണകപ്പൊടി ഇട്ട് കൊടുക്കലും ഒക്കെ കൂടിയാണ്. അപ്പോൾ ഇതുകൊണ്ടും കഴിയുന്നില്ല. ഇനി ഇതിൻ്റെ 3-ാം ഭാഗമുണ്ട്. ഇതിൻ്റെ വിത്തുകളൊക്കെ പൊട്ടുന്ന സമയം. വിത്തുകളൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും മണ്ണ് കയറ്റി കൊടുക്കണം. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് മണ്ണ് കയറ്റി കൊടുക്കണം. അപ്പോൾ മണ്ണ് കയറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ ഇലകളും കാടുകളൊക്കെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ അതും കഴിഞ്ഞിട്ട് ഇതിൻ്റെ 3-ാം ഘട്ടം പിന്നെ അത് പറിച്ചെടുക്കലാണ്. പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നെ 4-ാം ഘട്ടം പിന്നെ അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് ഉണക്കിയെടുക്കലാണ്, പുഴുങ്ങിയിട്ട് ഉണക്കിയെടുക്കൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്. എന്നിട്ടും നമ്മളതിൻ്റെ ഒരു വില കേൾക്കുമ്പോൾ നമ്മൾ തലയിൽ കൈ വെക്കും, ഇത്ര വിലയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പൊതുവേ പറഞ്ഞതാണ്, മഞ്ഞളുടെ കാര്യമല്ല പറഞ്ഞത്. എല്ലാ സാധനങ്ങളും, കൃഷിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര വിലയായിട്ട് തോന്നും. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വിലയൊന്നും ഒരു വിലയല്ല. പിന്നെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മളെ മാർക്കറ്റുകളൊക്കെ, അവർക്കൊക്കെ കിട്ടുന്ന ലാഭം. വലിയ വലിയ മാളുകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിലയും ചോദിക്കാതെ നമ്മളത് അവിടെ കാണുന്ന വിലക്ക് എടുത്തുകൊണ്ട് പോരും. അപ്പോൾ അവർക്കൊക്കെയാണ് ഇതിൻ്റെ ലാഭം. അല്ലാതെ കർഷകന് കൂടുതലായിട്ട് ലാഭങ്ങളൊന്നുമില്ല എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട്. കുറേയൊക്കെ ഒടിഞ്ഞും ഇതാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി വീണ്ടും മുളച്ച് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 2-ാം ഘട്ടം. 1-ാം ഘട്ടം നമ്മൾ വീഡിയോ ഇതിലുണ്ട്. 1-ാം ഘട്ടം നമ്മൾ 3 മാസം മുന്നേ വീഡിയോ ചെയ്തിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാക്കുന്നവർ കുറേശ്ശൊക്കെ വളം ഇട്ട് കൊടുക്കും. രാസവളം കുറേശ്ശെ ഇട്ട് കൊടുത്തെങ്കിലേ അവർക്ക് മുതലാവുള്ളൂ, നല്ല രീതിയിൽ ഉണ്ടാവാനൊക്കെ. അപ്പോൾ നമുക്കിത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടിയുമ്പോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.